അവന് ഇത് തന്നെ സ്ഥിരം പരിപാടി. അവനെ കാശ് കടം ചോദിക്കാനായിരിക്കും. ഇത് കാശ് നേരത്തെ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. എനിക്ക് വിളിച്ചു ഞാൻ തോന്നുന്നു കട്ട് ചെയ്യാം. എടുക്കണല്ലോ അനൂപിനെ വിളിച്ചോട്ടെ. എടാ ചിലപ്പോ വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാണെങ്കിലാ. അവനാ വേറെ കാര്യത്തിനാ. ഇതിപ്പോ എന്താണ് നമുക്ക് കാശ് കടം ചോദിക്കാനല്ലാണ്ട് വിളിക്കാറില്ല. ആശ്ലിയാണല്ലോ എടുക്കണ്ടോ? അവൻ വേറെ കാര്യത്തിന് വിളിക്കണായിരിക്കും. എടുക്കില്ലേ പൈസ കടം ചോദിക്കാനേ ഉള്ളൂ. എന്തായാലും എടുത്തേക്കണം. എന്ത് കയറും ആഷ്ലി ആണോ നാളാ? പൊളി പോയിട്ട് വാ. വൈകിട്ടാ വരാ വരാടാ. വരാ. ഓക്കെ എന്തായി? അതെ അവൻ നാളെ ദുബായിക്ക് പോണേണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട്, ബാച്ചിലേഴ്സ് പാർട്ടി. അപ്പൊ അതിന് വിളിച്ചേക്കാണ്. ആഷ്ലി നീ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, സൈലന്റ് ആയിരുന്നു. 8 മണിക്കല്ലേ? ഉറപ്പായിട്ടും അവിടെ 7:45 ഉണ്ടാവും. പോരെ വന്നിരിക്കും. ഓക്കേടാ ആവട്ടെ. തിരിച്ചു വിളിച്ചു നോക്കിയാലോ? നീ ഒന്ന് വിളിക്ക്. ഞാൻ പറഞ്ഞില്ല വേറെ ഒന്നും ആയിരിക്കില്ല. അവർ വിളിച്ചാൽ ശരി. നീയല്ലേ പറഞ്ഞ എടുക്കണ്ടോ? നീ ആദ്യം വിളിക്ക്. ഷാജ് വിളിക്കണ്ടല്ലോ. എടാ ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചോ? നിന്നെ ഫോൺ എടുക്കാൻ ഞാൻ. എടാ ഞാനേ നേരത്തെ ഇത്തിരി തിരക്കില്ല പോയി. നീ വിളിച്ചപ്പോ അതെടുക്കാൻ എടാ. ബാച്ചിലർ പാർട്ടിയാണ് സെറ്റ് ചെയ്യേണ്ടത് രാത്രി 8 മണിക്ക്. അപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കൊരു 2000 രൂപ ഷോർട്ട് ഉണ്ട്. അടുത്തുണ്ടോ? പൈസ ഉണ്ടോ? അതെ അത് ഇത്തിരി ഇല്ല, ഉറപ്പ് പറയാൻ പറ്റൂല. ഇത്തിരി ടൈറ്റാണ്. ഞാൻ നോക്കട്ടെ ഞാൻ വിളിക്കാം എടാ വിളിക്കാം. എന്റെ അമ്മേ പൈസ കടം ചോദിക്കണ്ട, 2000 രൂപ കൊടുക്കാം. അയ്യേ ഇവനെന്താണ് ഒരു മാറ്റൂല്ല. അതെങ്ങനെയാടാ അവനെ വിളിക്കാണ്ട് നമ്മ എത്ര മണിക്കാ പറഞ്ഞത്? 8 മണിയല്ലേ പറഞ്ഞത്? ഇപ്പൊ 7:45. എന്റെ ദൈവം വാ.